കൊല്ലത്ത് KSRTC ബസ് കണ്ടക്ടറെ യാത്രക്കാരൻ കടിച്ച് പരിക്കേൽപ്പിച്ചു. വാതിൽപ്പടിയിൽ നിന്നും കയറി നിൽക്കാൻ ആവശ്യപ്പെട്ടതിനായിരുന്നു ആക്രമണം. കൊല്ലം മധുര ഫാസ്റ്റ് പാസഞ്ചറിലാണ് സംഭവം. കണ്ടക്ടറുടെ പരാതിയിൽ മർദ്ദിച്ചയാളെ കുണ്ടറ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുഖത്തല സ്വദേശിയായ കണ്ടക്ടർ വിനുവിനെ മർദ്ദിച്ചത് യാത്രക്കാരൻ അരുണാണ്. ഒരാളുടെ തുറക്കുന്നിട്ട് ഫുട്ബോൾ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ വണ്ടി ആളുണ്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. പിന്നെ കേരളം എത്തിയപ്പോൾ ആൾ പറഞ്ഞപ്പോൾ ഞാൻ കയറി മേപ്പോട്ടിരിക്കാൻ പറഞ്ഞു. മേപ്പോട്ടിരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് സ്ഥലമില്ല, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അവിടെ ഹിന്ദിക്കാർ നിൽക്കുന്നു, നിങ്ങൾ മാറിത്തരാൻ പറയും അവരുടെ അടുത്ത്. ഞങ്ങൾ നിങ്ങൾ മാറി ചെന്നാൽ മതി മാറുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ചൂടാ നിങ്ങൾ പറയണം, നിങ്ങൾ അവിടെ ഹിന്ദി പറ, മാറിത്തരാൻ പറ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പുറകോട്ട് വയ്ക്കാൻ പറഞ്ഞു. ഞാൻ പുറകോട്ട് ഇരുന്നു. പുറകോട്ട് വയ്ക്കുമ്പോഴും എന്നെ പിന്നെയും പ്രൊവോക്ക് ചെയ്തുകൊണ്ട് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ടിക്കറ്റ് കട്ട് അത് സമയത്ത് തന്നെ നീ ഇത്ര തെള്ളുന്നതെന്ന് പറഞ്ഞ് എന്നെ പിടിക്കുകയായിരുന്നു. പിടിക്കുകയും ചെയ്തു. കുറച്ച് മുഖം പിടിച്ച് അടുത്തോട്ട് വെച്ചിട്ട് വെച്ച് കണ്ടുവട്ടം കടിച്ച് പറിച്ചുകൊണ്ട് 5 മിനിറ്റ് നേരം അങ്ങനെ നിന്നവൻ. അങ്ങനെ ആൾക്കാരെല്ലാം ഒന്ന് പിടിച്ച് മാറ്റി നേരെ നമ്മുടെ സ്റ്റേഷനിൽ വന്ന് ഇങ്ങനെ പിടിച്ച് പോലീസുകാർ കൊടുക്കുകയാണ്. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, എപ്പോഴായിരുന്നു സംഭവം? കെ.പി. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കൊല്ലം മധുര ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഈ കേരളപുരത്തിന് സമീപം വെച്ചാണ് ഈ വാതിൽപ്പടിയിൽ ഒരാൾ കയറി നിന്നത്. ഇയാളോട് മുകളിലേക്ക് കയറി നിൽക്കാൻ കണ്ടക്ടർ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് യാതൊരു കാരണവും കൂടാതെ ഈ കണ്ടക്ടറെ കഴുത്തിൽ പിടിച്ച് മുഖത്ത് കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു എന്നതാണ് പരാതി. ഈ കണ്ടക്ടറുടെ പരാതിയിലാണ് ഈ കുണ്ടറ പോലീസ് ഈ മർദ്ദിച്ചയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഈ മുഖത്തല സ്വദേശിയായിട്ടുള്ള വിനു ആണ് കണ്ടക്ടർ. ഈ കണ്ടക്ടറാണ് മർദ്ദനമേറ്റത്. ഈ പ്രതിയായിട്ടുള്ള അരുൺ ഇരവിപുരം സ്വദേശിയാണെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ അരുണിനെ ഇപ്പോൾ കുണ്ടറ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ കണ്ടക്ടറെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വാതിൽപ്പടിയിൽ നിന്ന് കയറി നിൽക്കാൻ ആവശ്യപ്പെട്ടതിനാണ് ഇത്തരം ഒരു മർദ്ദനം ഉണ്ടായിട്ടുള്ളത്. മുഖത്ത് കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.